ഏഴാം ക്ലാസ്സിലെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ള 11ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏരിയ ഓഫ് സ്ക്വയേഴ്സ് എന്നുള്ള ഭാഗമാണ് കേട്ടോ. അതായത് സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് ലെങ്ത് ഓഫ് ദ സൈഡ്സ് 3 മീറ്റർ. 3 മീറ്ററാണ് ഇതിൻ്റെ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ എല്ലാ വശങ്ങളും എന്താണ്, എല്ലാ സൈഡ്സും എന്താണ്, 3 മീറ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ സമം ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് അല്ലേ. അതായത് എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഇതിൻ്റെ ഈ ഉള്ളിലുള്ള അളവ് അല്ലേ. അപ്പോൾ അതായത് നീളം ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലാണ്. 3 ഇൻറ്റു 3 അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് എഴുതാം. 3 ഇൻറ്റു 3 9 ആണ് അല്ലേ. 9 സ്ക്വയർ മീറ്ററിന് വരും കേട്ടോ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ ഇനി ഇതിന് പകരം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 1.5 ആയാലും എന്താണ് 1.5 കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/2 ഇൻറ്റു 1.5 അല്ലേ. അതായത് ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് അല്ലേ. ഇതിൽ മാറ്റി എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം അതിൽ ഇതാക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക അല്ലേ. 1 ഇൻറ്റു 2 2 + 1 3 3/2 3/2 ഇൻറ്റു 3/2 അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 3 9 2 ഇൻറ്റു 2 4. ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം, 2 ഡിനോമിനേറ്ററിൽ എന്താണോ ആ സംഖ്യ അത് തന്നെ കൊടുക്കണം. പിന്നെ ഈ റിമൈൻഡർ നേരെ വലുത് 2 1/4 വരും കേട്ടോ. അത്രയും മീറ്ററാണ്. ഇനി ഇവിടെ ലെങ്ത്ത് 1.2 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് അതായത് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1.2 ആണല്ലേ. ഇതൊരു ഡെസിമൽ നമ്പറാണല്ലേ. 1.2 ഇൻറ്റു 1.2. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഇത് നമ്മൾ ഡെസിമലാണ്, ഇതിന് നമ്മൾ ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ. 12 ഇൻറ്റു എന്ത് എഴുതാം, ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റി എഴുതാം കേട്ടോ. അതായത് ഇതിൻ്റെത് 144 അല്ലേ ബൈ 10 ഇൻറ്റു 10 100. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതൊരു ഫ്രാക്ഷനാണ്. ഇതിന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എത്ര സ്ഥാനം നീക്കണം, 1 2 അല്ലേ. 1 2 1.44 എന്ന് വരും അല്ലേ ഇതിൻ്റെ ആൻസർ. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യാം. 12 ഇൻറ്റു 12 ചെയ്താൽ 144 കിട്ടും. എത്ര സ്ഥാനം നീക്കണം, 1 2 2 പ്ലേസ് നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് ഏരിയ കാണുമ്പോൾ അതായത് ഇതിനെങ്ങനെ എഴുതാം കേട്ടോ. ഈ 3 ഇൻറ്റു 3 എന്ന് എഴുതിയതിന് പകരം നമുക്ക് എന്ത് എഴുതാം, 3 സ്ക്വയർ ഒക്കെ എഴുതാം. 3ൻ്റെ സ്ക്വയർ കേട്ടോ. അതിനർത്ഥം എന്താണ്, 3 ഇൻറ്റു 3. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ ഓഫ് 3 എന്ന് പറയും അല്ലേ. സ്ക്വയർ ഓഫ് 3 അതായത് 3ൻ്റെ സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു 3 9. അപ്പോൾ നമുക്ക് സൈഡ് കണ്ടാൽ, സൈഡ് തന്നാൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് കണ്ടാൽ മതി, അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇനി നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ 4 അല്ലേ, 3 അതായത് 9 വരും. 4 അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 4 ഇൻറ്റു 4 16. 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ 5 ഇൻറ്റു 5 25. 6 ആണെങ്കിൽ 6 ഇൻറ്റു 6 20. 6 ഇൻറ്റു 6 36 ഇങ്ങനെ വരും കേട്ടോ. അതായത് ഇതാണ് സ്ക്വയർ. അപ്പോൾ നമ്മളൊരു സ്ക്വയർ തന്നാൽ നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സൈഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 10 ആണെങ്കിൽ 10 സ്ക്വയർ 10 ഇൻറ്റു 10 100 എന്ന് കിട്ടും കേട്ടോ. ഇനി പഠിക്കാൻ പോകുന്നത് ഏരിയ തന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ഓഫ് ഏരിയ 25 സ്ക്വയർ മീറ്റർ. അതായത് ഏരിയയാണ് എന്ത് തന്നിട്ടുള്ളത്, ഏരിയ 25 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അതായത് സൈഡ് ഇൻറ്റു സൈഡാണ്. ഒരേ നമ്പർ ഗുണിച്ചാൽ 25 കിട്ടണമെന്ന്. അപ്പോൾ നമുക്ക് ആ നമ്പർ ഏതായിരിക്കും, 25. ഒരേ നമ്പർ ഗുണിച്ചാൽ കണ്ടോ 5 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എടുത്താൽ മതി, 5 ഇൻറ്റു 5 ആണ് എന്ത് 25 എന്ന് പറയണത്. അപ്പോൾ നമുക്ക്
അതിൻ്റെ സൈഡ് എന്താ കിട്ടുക? സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. അതായത് ഇതിൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സൈഡിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇനി അതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ പകരം 5 കൊടുക്കുക കേട്ടോ, 5. അപ്പോൾ നമ്മളിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. 5ൻ്റെ എന്ത് കണ്ടും സ്ക്വയർ കണ്ടുപിടിക്കും അല്ലേ. 5 × 5 25 ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഏരിയ തന്നിട്ട് അതിൻ്റെ സൈഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ പറയാം? 25ൻ്റെ സ്ക്വയർ റൂട്ട്. ഇത് നമ്മളിത് ആ സ്ക്വയർ റൂട്ടിനെ ഈ നമ്പർ ഇത് വെച്ചിട്ട് നോട്ട് ചെയ്യും കേട്ടോ. ഇത് വെച്ചിട്ട് ഇതിൻ്റെ റൂട്ട് എന്ന് പറയാം. അപ്പോൾ സ്ക്വയർ റൂട്ട് അല്ലേ. അപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ടാണ്. അതായത് പരപ്പളവിൻ്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സൈഡ് കിട്ടും. അപ്പോൾ 5 കേട്ടോ, 5 എന്ന് കിട്ടും. അതായത് സൈഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് ഏരിയ തന്നാൽ എന്തും കണ്ടുപിടിക്കാൻ പറ്റും, സൈഡും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഏരിയയുടെ എന്തെടുത്താൽ മതി? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏരിയ നമുക്കൊരു 36 തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഏരിയ 36 തന്നത്. അപ്പോൾ നമ്മൾ ഏരിയ ഈസ് ഈക്വൽ ടു 36 സ്ക്വയർ സെൻറ്റിമീറ്ററിന് തന്നു എന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടത് സൈഡാണ്. സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് 36ൻ്റെ ഒരേ നമ്പർ ഗുണിച്ചാൽ നമുക്ക് ഏതാണ് 36 എന്ന് കിട്ടുന്നത്? 6 അല്ലേ. 6 × 6 അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. സൈഡ് കണ്ടുപിടിക്കാൻ ഇതാണ്. അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്ക്വയർ എന്താ, സ്ക്വയർ റൂട്ട് എന്താന്ന് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ 2ൻ്റെ സ്ക്വയർ ആണെന്ത്? 4. പിന്നെ 3ൻ്റെ സ്ക്വയർ ആണെന്ത്? 9. 4ൻ്റെ സ്ക്വയർ ആണെന്ത്? 16. ഇങ്ങനെ പോലെ 5ൻ്റെ അങ്ങനെ പോയി 8ൻ്റെ സ്ക്വയർ ആണ് 8 8 64. അപ്പോൾ നമുക്ക് ഇതൊക്കെ സ്ക്വയർ ആണ്. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? 2. 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? 3. 16ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? 4. 64ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? 8. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഏരിയ 196 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നു വിചാരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം അല്ലേ. റൂട്ട് എന്താണ്? 196. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിൽ നമുക്ക് പെട്ടെന്ന് 196 ഏത് ഒരേ നമ്പർ ഗുണിച്ചാലാണ് കിട്ടുകയെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മളതിനെ ഫാക്ടർ ചെയ്യുക കേട്ടോ. ഈ നമ്പറിനെ ഒന്ന് ഫാക്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 അപ്പോൾ 19 9 2 18 ബാക്കി 16 8 2 16 2 4 8 9 2 18 അല്ലേ. അപ്പോൾ 2 പോലെ 7 7 40 ഇവിടെ 7. അപ്പോൾ നമുക്കിതിൽ നിന്ന് 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു 2നെ എടുക്കുക കേട്ടോ. 7 ഇവിടെ 2 പ്രാവശ്യം വന്നാൽ അപ്പോൾ നമ്മൾ ഒരു 7ന് എടുക്കുക. 2 എണ്ണം വന്നാൽ അതിനൊക്കെ ഓരോന്ന് എടുക്കുക. അപ്പോൾ 2 × 7 ഇവിടെ എത്രയാണ്? 14 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 14 സെൻറ്റിമീറ്ററിനാണ്. അതായത് 14 × 14 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 196. അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് തന്നാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ സൈഡിൻ്റെ എന്ത് കണ്ടാൽ മതി? സ്ക്വയർ കണ്ടാൽ മതി. ഇനി അതിൻ്റെ ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ എന്ത് കണ്ടാൽ മതി? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 14 എന്ന് കിട്ടും. ഇങ്ങനെ വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒരേ നമ്പർ ഗുണിച്ചാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിങ്ങനെ ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിന് പകരം 1.96 ആണെങ്കിലോ ഏരിയ ഇത് പോയിന്റിലാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം 196 14 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെയായിരിക്കും ചെയ്യാം? ഇതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് 14ന് എത്ര സ്ഥാനം ഉണ്ട് നോക്കാം കേട്ടോ. ഇത് വേഗം ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 14 തന്നെ ഇട്ട് കൊടുക്കുക. അതായത് ഇങ്ങനത്തെ നമ്പറിൽ പോയിന്റ് വന്നിട്ടാണ് കാണണമെങ്കിൽ അപ്പോൾ എന്താണ് 14 തന്നെയാണ്. ഇനി
14 ആദ്യം എഴുതുക. എത്ര സ്ഥാനം ഉണ്ട് നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണെങ്കിൽ നിങ്ങൾ 1 സ്ഥാനം നീക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 സ്ഥാനം നീക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ് അല്ലേ. അപ്പോൾ 1 സ്ഥാനം നീക്കിയാൽ 1.4 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതല്ലാതെ ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞത് ശരിക്കുള്ളത്, അതായത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ഇങ്ങനെയാണ് കേട്ടോ. 1.96 അല്ലേ. ഇതിന് നമ്മൾ എന്തിലേക്ക് കൊടുക്കുക, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാതെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. 196. അപ്പോൾ നമുക്ക് അതായത് 196 നമുക്ക് പോയിൻ്റ് മാറ്റുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, അതായത് ഇതൊരു ഡെസിമൽ നമ്പറാണല്ലേ. ഇതിനെ നമുക്കൊന്ന് ഫ്രാക്ഷനാക്കി എഴുതാം കേട്ടോ. അപ്പോൾ 2 സ്ഥാനമാണല്ലേ. അപ്പോൾ 2 0 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ 196 എന്ന് പറഞ്ഞത് ഏതിൻ്റെയാണ് നമുക്കറിയാം, 14-ൻ്റെയാണല്ലേ. 14/100 എന്ന് പറഞ്ഞത് 10-ൻ്റെ. ഇതും ഒരു ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 1.4 സെൻറ്റിമീറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി പേജ് നമ്പർ 149 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം കേട്ടോ. അതിൽ എന്താണ്, നൗ കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ വിത്ത് ഏരിയ ഗിവൺ ബിലോ. റൈറ്റ് ദ ആൻസർ യൂസിങ് സ്ക്വയർ റൂട്ട്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് സ്ക്വയേഴ്സിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമ്മളോട് അതിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഒന്നാമത്തത് 49 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ 49 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ, നമുക്കറിയാം ഏരിയയാണിത് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ ഏത് നമ്പർ ഗുണിച്ചാലാണ് നമുക്ക്, ഒരേ നമ്പർ ഗുണിച്ചാൽ 49 എന്ന് കിട്ടുക. അപ്പോൾ 7 × 7 ആണെന്ത് 49. അപ്പോൾ ഇതിൻ്റെ സൈഡ് എന്താണ് വരിക, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. റൂട്ട് 49 കൊടുക്കും സ്ക്വയർ റൂട്ട്. അതായത് 7 × 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 അല്ലേ. ഇതാണ് 7 സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ ആൻസർ വരിക. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയാണ് 169 നമുക്കിങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്താൽ കിട്ടില്ല. കാരണം ഇതൊരു പ്രൈം നമ്പറാണ് 169 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് 13 × 13 അല്ലേ. 13 × 13 കേട്ടോ 169. റൂട്ട് 169 എന്ന് എഴുതുക. അപ്പോൾ എന്താണ്, 13 × 13 നമുക്ക് എന്ത് കിട്ടുക, 169. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 13 സെൻറ്റിമീറ്റർ എന്നാണ്. ഇനി അതിൽ 400 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് അല്ലേ. 400 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്തിലേക്ക് കൊടുക്കുക, ഇതിൻ്റെ സ്ക്വയർ റൂട്ടിലേക്ക് കൊടുക്കുക കേട്ടോ. റൂട്ട് 400. അപ്പോൾ ഈ 400 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇങ്ങനെ കിട്ടുമല്ലോ. അതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിങ്ങനെ ഈ 2-ൽ നിന്ന് 2 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 എടുക്കുക കേട്ടോ. ആദ്യത്തെ 2 ൽ നിന്ന് ഒരു 2 എടുത്തു. പിന്നെ 2 വന്നിട്ടുണ്ട്, അതിൽ നിന്ന് വീണ്ടും 2 എടുത്തു. 2 5 ആണ് വന്നിട്ടുള്ളത്, അതിൽ നിന്ന് വീണ്ടും ഒരു 5 എടുക്കുക. 2 × 2 4, 4 × 5 20 കേട്ടോ. അപ്പോൾ എത്ര കിട്ടും, 20 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 225 എന്നുള്ളതാണ് അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ 225 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇതിന് നമ്മൾ 225, ഇത് 5-ൽ അവസാനിക്കണം. അപ്പോൾ 5 വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 22-ൽ 4 × 5 20, ബാക്കി 25 5
അപ്പോൾ 2 5 വന്നിട്ടുണ്ടല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 എടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ റൂട്ടിലേക്ക് കൊടുക്കാം. 225. അപ്പോൾ 2 5 വന്നു, അതിൽ നിന്ന് ഒരു 5 എടുത്തു. വീണ്ടും 2 3 വന്നിട്ടുണ്ട്, അതിൽ നിന്ന് 3 എടുക്കുക കേട്ടോ. 2 വന്നാൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക കേട്ടോ. അപ്പോൾ 5 3 15. ഇതിൻ്റെ ആൻസർ 15 സെൻറ്റിമീറ്റർ. 15 × 15 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 225 കിട്ടുക കേട്ടോ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ 1.69 ആണ് അല്ലേ. ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിനെ നമ്മൾ റൂട്ടിലേക്ക് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ 169 നമുക്കറിയാം 13 ആണ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 169 എന്ത് എഴുതാം, 100 എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 169 നമ്മൾ എന്താണ് നേരത്തെ കണ്ടുപിടിച്ചത്, 13 അല്ലേ. 13 × 13 169. 100നെ 10. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതൊരു ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് പറ്റും അല്ലേ. 1.3 ആണ് കേട്ടോ. ഇത് സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരം മീറ്ററിലേക്ക് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ സൈഡ് 1.3 മീറ്ററിനാണ്. ഇതെല്ലാം ഇത് ഇങ്ങനെ കാണാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാം. നമുക്കറിയാം 169 എന്ന് പറയുന്നത് എത്രയാണ്, 13 ആണെന്നല്ലേ. 13 × 13 ആണെന്ത്, 13 × 13 ആണ് 169. അപ്പോൾ നമുക്ക് വേണ്ടത് 1.69 ആണെങ്കിൽ ഇവിടെ ആ ആൻസർ ഇത് തന്നെയാണ് 13 എന്ന് എഴുതിയിട്ട് എത്ര സ്ഥാനം ഇവിടെ ഉള്ളത്, 2 പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥാനം നീക്കിയിട്ട് എന്ത് ചെയ്യുക, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ 4 സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 സ്ഥാനം നീക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തുക കേട്ടോ. 1. ഇനി ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യനാണ്. 6 മീറ്റർ സ്ക്വയറിനാണ് ഏരിയ തന്നിട്ടുള്ളത് അല്ലേ. അതായത് നമുക്കിതിന് എന്തെടുക്കാം, സ്ക്വയർ റൂട്ട് എടുക്കാം അല്ലേ. 6 1/4. ഇതിൽ നമ്മളൊന്ന് മാറ്റി എഴുതുമ്പോൾ 6 4 24, 24 + 1 25, 25/4. 25 എന്നുള്ള നമ്പർ ഏതിൻ്റെയാണ്, 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വരിക, 5 അല്ലേ. 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ് വരിക, 2. 5/2. 5/2 എന്ന് പറഞ്ഞാൽ 5നെ 2 ആയിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 2.5 മീറ്റർ ആണ് കേട്ടോ. 2.5 മീറ്റർ എന്നാണ് ഇതിൻ്റെ ആൻസർ വരും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ട് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.